ദൈവനാമത്തിന് മഹത്വമുണ്ടാടെ. ഒരു വിശുദ്ധ പ്രഭാതം കൂടി ദാനമാത്താൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന വചന ധ്യാനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഹല്ലേലൂയ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഓരോ പകൽക്കാലവും നമുക്ക് ദൈവകരത്തിലേൽപ്പിച്ച് നമ്മെ തന്നെ ആമേൻ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ കരത്തിൽ ശുദ്ധിയുള്ളൊരു നല്ലൊരു മാനപാത്രമാക്കി കർത്താവിന് ഹിതം ചെയ്യുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. പ്രത്യേകമായി ഇന്ന് മുതൽ ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ചാണ് കർത്താവിൻ്റെ വചനത്തിന് സംസാരിക്കുവാൻ പോകുന്നത്. അതിൽ ആദ്യ ഭാഗമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവരാജ്യം എന്നത് ഒരു ഭക്ഷണമോ പാനീയവുമല്ല, അത് പരിശുദ്ധാത്മാവിലുള്ള നീതിയും സമാധാനവും സന്തോഷവുമാണ്. ഹല്ലേലൂയ. എന്താണ്? പരിശുദ്ധാത്മാവിലുള്ള നീതിയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അത് മൂന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സകലവും ലഭിച്ചു. ആമേൻ. അല്ല എങ്കിൽ നീതിയില്ലെങ്കിൽ പിന്നെ എന്താണുള്ളത് അവിടെ? സമാധാനമില്ലെങ്കിൽ അസമാധാനമാണ്. ഹല്ലേലൂയ. സന്തോഷമില്ലെങ്കിൽ ദുഃഖമാണ്. എന്നാൽ നീതിയോടെ നിൽക്കുവാൻ ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ നീതിയുള്ള ദൈവം നമ്മെ വഴി നടത്തും, നമുക്ക് സമാധാനം നൽകും. ഹല്ലേലൂയ. നമുക്ക് സന്തോഷം നൽകും. അതിൽ കവിഞ്ഞൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യം? പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആമേൻ. ഇത് പൗലോസ് എഴുതിയ ലേഖനമാണെന്ന് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ വെച്ചാണ് ഈ റോമർക്ക് എഴുതിയ ലേഖനം എഴുതുന്നത്. ഹല്ലേലൂയ. റോമറിലെ വിശുദ്ധന്മാർക്ക് എഴുതുകയാണ്. അത് എഴുതുന്ന സാഹചര്യം പൗലോസിൻ്റെ 3ാമത്തെ മിഷണറി യാത്രയുടെ അവസാന ഘട്ടങ്ങളിലാണ്. അത് AD 57-ലാണ് ഈ റോമർക്ക് എഴുതിയ ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതിയെന്ന് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമുക്കറിയാമല്ലോ ഈ പൗലോസ് എങ്ങനെയുള്ള ഒരാളായിരുന്നു. ഞാൻ നേരത്തെ എപ്പിസോഡുകളിൽ പലപ്പോഴും വചനം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പൗലോസ് തൻ്റെ ജനത്തെ കൊന്നു മുടിച്ചു നടന്ന ഒരു മനുഷ്യനായിരുന്നു. പൗലോസ് എന്നല്ലായിരുന്നു ആദ്യത്തെ നാമം, ശൗൽ എന്നായിരുന്നു. ആമേൻ. ശൗൽ ഇങ്ങനെ ദൈവമക്കളെ നശിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന സമയത്ത് ഒരിക്കൽ ദമസ്കസിൻ്റെ പടിവാതിൽക്കൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരു വലിയൊരു വെളിച്ചം ആ പൗലോസിൻ്റെ മേൽ മിന്നുവാനിടയായി. ആ വെളിച്ചം മിന്നിയപ്പോഴേ ഹല്ലേലൂയ പൗലോസ് വീണു. എന്ന് ചോദിച്ചു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, കർത്താവേ നീ ആരാകുന്നു ചോദിച്ചപ്പോൾ ദൈവം മറുപടി പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു എന്ന്. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആ പൗലോസ് അങ്ങനെ ആ സത്യദൈവത്തെ അറിയുവാനിടയായി. ആ ദൈവമേ, ഈ ലോകത്തെ സകലത്തെ ഉളവാക്കിയ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആമേ, ഇത്രയും വലിയൊരു സൂര്യനെ, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ഉണ്ടാക്കിയ ആ ദൈവം ഇത്രമാത്രം പ്രകാശമുള്ളവനായിരിക്കും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു മനുഷ്യ വ്യക്തി അവർക്ക് അതിന് മുൻപിൽ നിൽക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അവൻ്റെ ആത്മാവിൻ്റെ ശക്തി, ആ അദൃശ്യ ശക്തി, ആ വിശ്വാസം നമ്മെ നിലനിർത്തുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ദൈവസന്നിധിയിൽ ആമേൻ ആ പ്രകാശത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ആ ഒരു ചെറിയൊരു പ്രകാശം മിന്നിയപ്പോഴേ ശൗൽ വീണു. ആമേൻ. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. 3 ദിവസക്കാലം ആമേൻ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും കണ്ണ് കാണാൻ കഴിയാതെയും ആയിരുന്നു. അപ്പോഴേക്ക് തൻ്റെ അപ്പോസ്തലൻ അനന്യാസിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, നീ അവിടെ ചെന്ന് ഈ ശൗലിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ശിമോൻ്റെ വീട്ടിൽ താമസിക്കുവാനും അങ്ങനെ അവിടെ നിന്നൊരു മാനസാന്തരത്തോടു കൂടി ഹല്ലേലൂയ ഈ ശൗൽ എഴുന്നേറ്റു. അന്ന് മുതൽ ഹല്ലേലൂയ അനന്യാസ് ഹല്ലേലൂയ ദൈവം പറഞ്ഞതിന് പ്രകാരം ശൗലിൻ്റെ മേൽ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു. ശൗൽ അങ്ങനെ പൗലോസായി മാറി. ആ പൗലോസാണ് ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ദൈവരാജ്യം എന്നത് ഭക്ഷണമോ പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും അത്രയെന്ന്. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരങ്ങളെ,
ആമേൻ ആമേൻ. നാം ദൈവവചനം കേൾക്കുമ്പോൾ, നാം ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രാണനായകൻ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരും. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത ഉടനെ ഉണ്ടാകും. ലോകങ്ങൾ അത് വചനത്തിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വ്യക്തവും സ്പഷ്ടവുമായ ഹല്ലേലൂയ അത് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ആകയാൽ കർത്താവിൻ്റെ വരവ് വാതിൽക്കലാണ്. വെളിപ്പാടിൻ്റെ 3:20 പറയുന്നുണ്ട്, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നാം ദൈവമുണ്ടെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്ലാതെ ഇരിക്കുന്നവരും ഇത് വചനം കേൾക്കുമ്പോൾ ആമേൻ ആ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, സത്യദൈവം എന്താണെന്ന് അറിയുവാൻ, ഈ ദൈവത്തെക്കുറിച്ച് ആഴത്തിൽ അറിയുവാൻ പ്രിയ മക്കളെ ദൈവം സഹായിക്കട്ടെ. സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അടുത്ത ദിവസത്തെ നമുക്കിതിൻ്റെ രണ്ടാം അപ്പോൾ നമ്മൾ ആദ്യ ഭാഗം ഇതാണ് പറഞ്ഞത്, എന്താണ്? ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും അത്രയെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഹല്ലേലൂയ ഉപസംഹരിക്കുന്നു. നാളത്തെ പകൽക്കാലം ഇതിനോട് ചേർന്നുള്ള മറ്റുള്ള വചനങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ദൈവരാജ്യത്തെക്കുറിച്ച് ഹല്ലേലൂയ പഠിക്കാം, അതുപോലെ തന്നെ ധ്യാനിക്കാം. അതുപോലെ ആമേൻ ഈ ദൈവരാജ്യത്തിൽ എങ്ങനെയുള്ളവർ പ്രവേശിക്കുമെന്ന്, എങ്ങനെയുള്ളവർ പ്രവേശിക്കത്തില്ല എന്നുള്ള വരുന്ന എപ്പിസോഡുകളിൽ ഹല്ലേലൂയ വരുന്ന ആഴ്ചകളിലെല്ലാം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തെ നന്ദി പറയുന്നു. വചനം കേട്ട ഓരോ മക്കളെയും സ്വർഗം അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി അവർ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ ഈ പകൽക്കാലം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോയ കുഞ്ഞുങ്ങളെ സ്വർഗം അനുഗ്രഹിക്കണമേ, ദൈവകരത്തിൽ വഹിക്കണമേ. കർത്താവെ, നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെ മടക്കി പിടിക്കണമേ. കർത്താവെ, ആരും നശിമോ ഇടവരുത്തരുതേ. ആമേ, തലമുറകളെക്കുറിച്ച് കുടുംബത്തിൽ അസമാധാനമില്ലാതിരിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ, അവരുടെ ഹൃദയത്തെ സമാധാനിപ്പിന് ആ മക്കളെ മടക്കി പിടിക്കണമേ. കർത്താവെ, രോഗികളായി കഴിയുന്നവർക്കിടയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏത് രോഗത്താൽ ഭാരപ്പെടുന്നുവോ അതിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതലും സന്തോഷവും ആശ്വാസവും ഈ പകൽക്കാലം നമുക്ക് വേണ്ടി കാൽവരിയിൽ ആമേൻ ഹല്ലേലൂയ അവസാന തുള്ളി ചോര വരെ തന്ന് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ജീവനെ സമർപ്പിച്ച ആ യേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യം ഈ പകൽക്കാലം മക്കളുടെ മേൽ വ്യാപരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്തതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. വീണ്ടും നാം നാളെ കാണുന്നവരെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ.